കണ്ണീരൊലിപ്പിക്കോസിന്റെ ജനാദന്റെ അടുത്ത് വെച്ചിട്ട് അതാ തലക്കീനോദിക്കൊടുക്കുമ്പോ ഞാൻ ചിന്തിച്ചു പോയി. ഞങ്ങളുടെ നാട്ടിൽ പലവരും മരിച്ചപ്പോ ഉസ്താദിന്റെ അടുത്ത് നിന്ന് തൽക്കീൻ ചൊല്ലിക്കൊടുത്തത് ഞാൻ കേട്ടതാണ്. ആ ഉസ്താദിനെ കബറിൽ കടത്തിയിട്ട് ഈ നാട്ടുകാര് തൽക്കീൻ ചൊല്ലിക്കൊടുക്കുമ്പോൾ സാധുവായ ഞാൻ ചിന്തിച്ചതെന്താണ്? നാളെ ഇതുപോലെ റഫീഖ് സാഹിബിയെയും കടത്തിട്ട് തൽക്കീൻ ചൊല്ലിച്ചതാറുണ്ടോ? അതുപോലെ നമ്മളെയും അവർക്ക് അങ്ങനെയല്ലേ? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ ഉസ്താദിന് തൽക്കീൻ ചൊല്ലി 2:30 മണി സമയത്ത് എല്ലാവരും പിരിയുമ്പോ അവിടെ ഞാൻ ചിന്തിച്ചു നമ്മുടെ കൂട്ടുകാരത് ആ കാണുന്ന ആരുടെ കണ്ണിന് ചുമലിന്റെ ഭാഗത്തേക്ക് ചൊരിഞ്ഞിട്ട് കബറിന്റെ അകത്ത് കടക്കുകയാണ്. അതേ ചെറുപ്പക്കാരിയായ ഒന്നും താകും തടവുമായ പ്രിയപ്പെട്ട ഭാര്യ കൂടെ പോയിട്ടില്ല. 1 വയസ്സ് തോന്നിക്കുന്ന പിഞ്ചോദര കുട്ടി ആ ചിരിച്ചു കളിക്കുന്ന കുട്ടിയെയും വിട്ട് യാത്ര പോയ മൻസൂർ സഖാഫി ആ സഖാഫിന്റെ കൂടെ കുട്ടി പോയിട്ടില്ല. സുഖമില്ലാത്ത ഉമ്മ കൂടെ പോയിട്ടില്ല. അനുജന്മാര് കൂടെ പോയിട്ടില്ല. എല്ലാവരെയും വിട്ടുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഞങ്ങളോട് ആരോടും യാത്ര പറയാറ് ഞങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് പുഞ്ചിരിയോട് ചിരിച്ചിട്ട് ഉസ്താദ് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ അല്ലാഹു ഉസ്താദിന് പുറത്തു കൊടുക്കണം. റഹ്മാനേ, മൻസൂർ സഖാഫിക്ക് നീ പൊറുക്കണമല്ല, നീ മാഫി ചെയ്യണമല്ല, നീ ഖബർ വിശാലമാക്കണമല്ല. സാധുവായ ഞാനിവിടെ വന്ന വിവരം എന്റെ കൂട്ടുകാരന്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണയല്ല. കൂട്ടുകാരനോടൊപ്പം ഞങ്ങളെ നീ സ്വർഗത്തിൽ നിർമ്മിച്ചു കിട്ടണം. റഹ്മാനേ, സന്തോഷത്തോടെ ആ ഖബറിൽ നിന്ന് കടക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങള് നമ്മുടെ അവസ്ഥ എന്താണ്? മുഹമ്മദ്